ഉള്ളുള്ള ആളാണ് എന്ന് ശൈഖുനയുടെ വചനം അങ്ങനെ തന്നെ ബഹുമാനപ്പെട്ട ചാവക്കാട് ഹമീദ് ഉസ്താദിനെ പോലത്തെ 25ഓളം ആടുകൾ വന്ന് സംശയം ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് അങ്ങോട്ട് ചോദിക്കുന്നതിന് മുന്നേ മറുപടി പറഞ്ഞ താജുൽ അലവിയും അന്ത അലൽ ഹഖ് എന്ന് നേരിട്ട് പറഞ്ഞുകൊണ്ട് പ്രസ്ഥാനത്തിന്റെ തുടക്കം മുതൽ തന്നെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഔലിയാക്കന്മാരുടെ വലിയ പിന്തുണയോടുകൂടി അതിനൊക്കെ പുറമെ ഒരു വലിയ മല പോലെ വരുന്ന വലിയ പ്രശ്നമായാലും എല്ലാ ഉഹുദ് മല തലക്ക് വീണാലും അത് നേരിടാൻ മാത്രമുള്ള ഹിമ്മത്തിന്റെ കരുത്തുള്ള വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയാകുന്ന തങ്ങളുപ്പാപ്പ ചരിത്രത്തിൽ ഇന്ന് വരെ ഉസ്താദുമാർക്ക് പോലും സാധിക്കാത്ത ബഹുമാനപ്പെട്ട ഉള്ളാളം തങ്ങളുപ്പാപ്പയുടെ റിയാദയുടെ വ്യത്യസ്തമായ തട്ടുകൾ പരിശോധിച്ച് നോക്കിയാൽ മക്ക മുക്കറമയിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി കൊല്ലങ്ങളോളം വർഷങ്ങളോളം ചെന്നുകൊണ്ട് മക്ക മുക്കറമയിലെ കഅബ ശരീഫിനെ നോക്കിക്കൊണ്ട് യാ അല്ലാഹ് എന്ന പരിശുദ്ധമായ ജലാലിയത്തിന്റെ ഇസ്മുകൾ അസ്മാഉൽ ഹുസ്നയുടെ എല്ലാ ഇസ്മുകളും ഓരോ ലക്ഷം തവണ തീർത്ത് 99 ലക്ഷം പൂർത്തിയാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ഒരു ഇസ്മ യാ അല്ലാഹുവിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തു തൗഹീദ് 1 ലക്ഷം പൂർത്തിയാക്കി 1 കോടി ഇസ്മാഉൽ ഹുസ്നയുടെയും മറ്റുമായി 1 കോടി ദിക്ർ റിയാദ വീട്ടി തീർത്ത തങ്ങളുപ്പാപ്പ എല്ലാ കൊല്ലവും 15ഓളം ഖത്തം റമളാനിൽ ഓതിയിട്ട് അവസാനത്തിന്റെ നിമിഷങ്ങളിൽ 12 ഖത്തമായപ്പോൾ അവിടെയുള്ള ഹാജിയാരെ വിളിച്ചിട്ട് പറഞ്ഞു ഹാജിയാരെ എന്റെ എല്ലാം പോയി എന്നാ എനിക്ക് തോന്നുന്നത്. ഞാൻ പറയുന്നതിന്റെ ചെറിയ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ടാകും. ഹിക്കായത്തിന്റെ ഭാഗങ്ങളാണ്. എല്ലാം പോയി ഹാജിയാരെ, എല്ലാ കൊല്ലവും 15 ഖത്തം തീർക്കുന്ന എനിക്ക് 12 ഖത്തമേ ഓതാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആരോഗ്യത്തിന്റെ പ്രശ്നമാണ്, അധ്വാനത്തിന്റെ പ്രശ്നമല്ല, അധ്വാനിക്കാത്തതിന്റെ പ്രശ്നമല്ല. ചരിത്ര താളുകളിൽ ഉസ്താദുമാർക്കും ആലിമീങ്ങൾക്കും തലപ്പാവ് ധരിച്ച് വേഷം ധരിച്ച് വാഴ്ന്നു പറഞ്ഞ് ദർശനം നടത്തിയാൽ പോരാ, അത് പ്രവർത്തനത്തിലൂടെ കർമ്മത്തിലൂടെ കാണിച്ചു കൊടുത്ത് പാതിരാ സമയത്ത് രാത്രിയിൽ ഉറക്കൊഴിഞ്ഞുകൊണ്ട് റിയാദ വീട്ടിയിട്ട് ശൈഖുനാ ഖുതുബുൽ ആലമിനെ പോലത്തെ മഹാന്മാർ വഫാത്തിന് 7 ദിവസം മുന്നേ റമളാനിന്റെ 27 ശവ്വാൽ 4-ന് ഖുതുബുൽ ആലം വഫാത്താകുന്നു. റമളാൻ 27-ന് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളങ്ങൾ ഉപ്പാപ്പ കാണാൻ വേണ്ടി പോകുന്നു. അന്നാണ് ഒരു സോപ്പ് നൽകിക്കൊണ്ട് ഷാൾ അണിയിച്ചുകൊണ്ട് എല്ലാം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രസ്ഥാനത്തിന്റെ ചുക്കാൻ മുഴുവനും തങ്ങൾ ഉപ്പാപ്പയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഈ പ്രസ്ഥാനത്തെ ഇത്രത്തോളം നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നത് ഒരു സമയത്ത് ശൈഖുനാ സുൽത്താൻ ഉലമയുടെ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സുൽത്താൻ ഉലമ പറയുന്ന ഒരു വാക്ക് ഞാൻ കേൾക്കുകയാ. ഉള്ളാൾ ഞങ്ങളുടെ പരിപാടിയിലാണ് പോകുന്നത്, സുൽത്താൻ ഉലമ അവിടെ എത്തേണ്ടതുണ്ട്, ഞാനും ആ കാറിലുണ്ട്. ഇങ്ങനെ പോകുമ്പോൾ ഉള്ളാൾ ഞങ്ങൾ ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാ. സംഘാടകർ വന്ന് പറയുന്നു തങ്ങളുപ്പാപ്പ കുറച്ചു നേരമായി പ്രസംഗിക്കുന്നു. ഉടനെ ഉസ്താദിന്റെ വാചനം, ഉസ്താദിന്റെ വാക്കിങ്ങനെ തന്നെയാണ്. ഒരു കാര്യം പറഞ്ഞു, ആ തടസ്സമെങ്ങാനും ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് തങ്ങളുപ്പാപ്പയെ കാണാമായിരുന്നു. ആകാശത്തിലൂടെ പറക്ക് മാത്രമുള്ള കറാമത്ത് കാണിക്കാൻ മാത്രം പവറുള്ള മഹാനാണ് ഉള്ളാളൻ തങ്ങളുപ്പാപ്പ എന്നുള്ളത് ചരിത്ര സത്യം നമ്മൾ പറഞ്ഞു പോകരുത്. സുൽത്താൻ ഉലമയുടെ വചനമാ. പേരോട് ഉസ്താദിരിക്കൽ സിറാജുൽ ഹുദയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ തങ്ങളുപ്പാപ്പയുടെ ഉള്ളാളത്തിൽ വെച്ചുകൊണ്ട് സംസാരിക്കാത്ത കുഞ്ഞനെ നേരിട്ട് അല്ലാഹ് പറയടാ അല്ലാഹ് എന്ന് പറയിപ്പിച്ചുകൊണ്ട് സംസാരിച്ച ചരിത്രം ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. അവിടുത്തെ ഡ്രൈവർ പെട്രോൾ തീർന്നതിന്റെ പേരിൽ ഉള്ളാളത്തേക്ക് എത്താൻ 50 കിലോമീറ്റർ ബാക്കിയുണ്ടായിരിക്കെ പാതിരാ സമയത്ത് പെട്രോൾ തീർന്നപ്പോൾ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പി നടക്കുന്നത്? അവസാനം പറയേണ്ടി വന്നു തങ്ങളുപ്പാപ്പ പെട്രോൾ തീർന്നു പോയി. എണ്ണ തീർന്നു പോയതാ, പെട്രോളോ ഡീസലോ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകും. എണ്ണ തീർന്നു പോയതാണ്. കാര്യം പറഞ്ഞപ്പോ ഉള്ളാൾ തങ്ങളുപ്പാപ്പയുടെ വാക്ക്, അവൻ ടാങ്ക് തുറന്ന് ഊതി നോക്കി, ഒരിക്കലും സ്റ്റാർട്ട് ആകുന്നില്ല. കാരണം എന്താ? എണ്ണ തീർന്നു പോയതാണ്. ഏത് ഡ്രൈവർക്കും അറിയാം, എണ്ണ തീർന്നു പോകുമ്പോൾ അടിയാളവും ഇദ്ദേഹത്തോട് അടിക്കാൻ മറന്നുപോയ ചരിത്രവും അറിയാം. ആ സമയത്ത് തങ്ങൾ സ്റ്റാർട്ടാക്കടാ തങ്ങളുപ്പാപ്പയുടെ ഒരു വചനമാ. അവനങ്ങ് താക്കോലങ്ങ് തിരിച്ചപ്പോൾ സ്റ്റാർട്ടാവുകയാണ്. ഉള്ളാളത്തേക്ക് 50 കിലോമീറ്ററുകൾ ആ വണ്ടി ഓടി ഉള്ളാളത്തെ മുറ്റത്തെത്തിയപ്പോൾ ഒരു സ്റ്റോപ്പ് ആകല. പിന്നെ അവിടെ നിന്ന് എടുക്കേണ്ടി വന്നത് പെട്രോൾ ഡീസൽ അടിച്ച് എണ്ണ അടിച്ചതിന് ശേഷമാ. അതിനു മുമ്പ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവിടത്തേക്ക് വരെ ഓടിയത് എങ്ങനെയാണ്? ചരിത്രം സത്യാക്ഷിയ കറാമത്തിന്റെ പൊടിപൂരം തന്നെ നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു. ഇല്ല, പതറില്ല, ഇല്ല, ഒരിക്കലും പിന്നോട്ടില്ല. മുന്നോട്ട് വെച്ച കാല് ഒരു ആലിമിനെയും നോക്കിയല്ല. ഈ കസേര എനിക്ക് യോജിച്ചതല്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരാൻ മാത്രം ആർജവം കാണിച്ച ദീനിന്റെ ആദർശത്തെ നെഞ്ചിലേറ്റി അത് പ്രസ്ഥാനത്തിന് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി, എല്ലാ ഉമ്മത്തിന് വേണ്ടി ജീവിതം മുഴുവനും നയിച്ച ബഹുമാനപ്പെട്ട താജുൽ ഉലമ അല്ലാഹു തആല ദറജയേറ്റി കൊടുക്കട്ടെ. അവിടുത്തെ ഉറൂസിന്റെ മുബാറക്കിൽ
യാദൃശികമായിട്ട് എത്തിപ്പെട്ടതാണ് സാധുവായ ഞാനും. തങ്ങളുടെ ഉറൂസ് എനിക്കറിയാം, പക്ഷേ സിയാറത്തിനുള്ള ഒരു യാത്രയിലായിരുന്നു. തങ്ങളുടെ ഉറൂസിന്റെ ഒരു സമയത്ത് ഷെഡ്യൂൾ ഒത്തുവന്നത് അല്ലാഹു തആല തന്നൊരു തൗഫീഖാണ്. പടച്ച റബ്ബ് തആല നമ്മുടെ ജീവിതം മുഴുവനും ആലിമീങ്ങളുടെ തണലിൽ, സാദാത്യങ്ങളുടെ തണലിൽ ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകുമാറാകട്ടെ. ഇവിടുത്തെ ഷെഡ്യൂളുകൾ കറക്റ്റ് പോകുന്നത് കൊണ്ട് കൂടുതൽ സംസാരിക്കാനുള്ള അവസരമില്ല എന്നെനിക്കറിയാം. നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് നിങ്ങളെ മുന്നിൽ നിന്നത്. ജലാലിയ റാത്തീബും മഹദറത്തുൽ ബദിയ കഴിഞ്ഞത് ഞാൻ ഓർത്തു പോകുക. ഞങ്ങളൊക്കെ മഹദറ തുടങ്ങിയപ്പോൾ ഉസ്താദിന്റെ അടുക്കൽ ഇജാസത്തിന് വേണ്ടി കുറച്ച് തങ്ങന്മാർ പോയി, ഞാനും കൂട്ടത്തിൽ പോയി മർക്കസിൽ. എന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഉസ്താദ് അവരോട് പറഞ്ഞു, ഞങ്ങളൊക്കെ ഇതിങ്ങനെ ദിക്ർ പല സ്ഥലത്തും ചൊല്ലിക്കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്, ഞങ്ങൾക്ക് അതിനുള്ള ഇജാസത്തൊന്നുമില്ല, എന്ത് ചെയ്യും? ശൈഖുനാ സുൽത്താനുകളുടെ വാക്ക, ആഹാ, എല്ലാ ദിവസവും നിങ്ങളത് ചെല്ലണം. മഹദറ നിങ്ങൾ എപ്പോഴും ചെല്ലണം. നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളോട് പറയാ, എപ്പോഴും നിങ്ങൾ ചെല്ലണം, എന്നിട്ട് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോകണം. അൽഹംദുലില്ലാ, ഇന്നലെയും ആ ദിക്റുകൾ ഞാൻ ചൊല്ലിയിട്ടുണ്ട്, വിട്ടിട്ടില്ല. കാരണം എന്താ? ഉസ്താദിന്റെ വചനമാ. അത്രയും അസറുള്ള പവറുള്ള 3 or 4 ത്വരീഖത്തിന്റെ വിർദുകൾ അതിലൊരുമിച്ച് കൂട്ടി അബു സഅദാത്ത് ഇമാം ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി 200ഓളം ത്വരീഖത്തുകളുടെ സമാഹാരമായ വരക്കൽ തങ്ങൾ മുതൽ ഇതുവരെയുള്ള ആലിമീങ്ങൾക്ക് പോലും ലഭിക്കും ത്വരീഖത്തിന്റെ ധാരാളം സിൽസിലകളെ ഒരുമിച്ച് കൂട്ടിയ ശാലിയാത്തിയോരുടെ ബൈത്താണ് ആ ബദരിയത്തിന്റെ ബൈത്ത്. എത്രയോ സിഹറുകൾ ബാത്തിലാകാൻ, എത്രയോ പ്രയാസങ്ങൾ അകലാൻ അത് ചൊല്ലുന്ന വീട്ടിൽ ശൈത്താനിന് തസല്ലുത്തില്ല, അത് ചൊല്ലുന്ന വീട്ടിൽ അള്ളാഹുവിന്റെ കാവലിറങ്ങുന്നു. അങ്ങനെ തുടങ്ങി ഒരുപാട് അസറുകളുള്ള മഹദറത്തുൽ ബദരിയ അത് നമുക്ക് കേരളത്തിന് സമ്മാനിച്ചു തന്ന നമ്മുടെ ആലിമീങ്ങൾ അല്ലാഹു തആല നിലത്തി തരുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, ഇത്തരത്തിലുള്ള ഔറാദുകളും ഇത്തരത്തിലുള്ള ഹലറകളും നമുക്ക് നമ്മുടെ ആലിമീങ്ങൾ തന്നിട്ടാണ് അവർ ഈ സമുദായത്തെ കൊണ്ടുപോകുന്നത്. അത് മുറുക്കി പിടിച്ച് അതിനെ നെഞ്ചോട് ചേർത്ത് വേണ്ടതുപോലെ കൊണ്ടു നടക്കുകയാണ് വേണ്ടത്. ഒന്നുകൂടി പറയട്ടെ, തങ്ങളുപ്പാപ്പയുടെ ഉറൂസിൽ വന്ന ഞാൻ അടക്കമുള്ളവരോട് സ്നേഹത്തോടെ നമ്മൾ ഓർക്കുന്നു, തഹജ്ജുദ് ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഉസ്താദിയത്ത് തങ്ങളുപ്പാപ്പ പഠിപ്പിച്ചിട്ടില്ല. തഹജ്ജുദ് വുജൂബിയത്തിലൂടെ നീങ്ങാൻ, തഹജ്ജുദാണ് ആലിമീങ്ങളുടെ മുഖമുദ്ര. സുബ്ഹാനല്ലാഹ്, മുതഅല്ലിമൻ യത്റുകു തഹജ്ജുദ്. മുതഅല്ലിമാകുമ്പോൾ തന്നെ തഹജ്ജുദിലൂടെ വളർന്നാലേ അവനൊരു ആലിമിലേക്ക്, മുതഅല്ലിമിന്റെ കമാലിയത്തിലേക്ക് വളരുകയുള്ളൂ. തഹജ്ജുദ് ഉപേക്ഷിച്ചുകൊണ്ടൊരു ജീവിതം മുഅ്മിനെ നമുക്കുണ്ടാകരുത്. ബഹുമാനപ്പെട്ട ശൈഖുനാ സുൽത്താൻ നമുക്ക് തഹജ്ജുദ് വുജൂബാ ഞങ്ങളോട് പറഞ്ഞതാ. എനിക്ക് തഹജ്ജുദ് വുജൂബാണ് ആത്മീയ ലോകത്ത്. അഖിമു സ്വലാത്ത ലിദുഖി ശംസി ഇലാ വസഖിൽ ലൈലി വഖുർആനൽ ഫജ്രി ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ എന്ന ആയത്തിന്റെ തഹത്തിൽ കാണാം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തഹജ്ജുദ് വുജൂബാ. ആത്മീയ ലോകത്ത് ആത്മീയാചാര്യന്മാർ അവരുടെ മുരീദന്മാർക്ക് തഹജ്ജുദ് വുജൂബാക്കാറുണ്ട്. അതിൽ സുൽത്താനുൽ ഉലമക്കും വുജൂബാ. രാത്രി 3 മണിക്ക് ഉറങ്ങിയാലും 2 മണിക്ക് ഉറങ്ങിയാലും എഴുന്നേറ്റ് നിന്ന് തഹജ്ജുദ് നിസ്കരിച്ച ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, തങ്ങളുപ്പാപ്പയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പകർത്തേണ്ട ആശയങ്ങളും ആദർശങ്ങളും നമ്മൾ പകർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് മാത്രം ഈ സമയത്ത് സ്നേഹത്തോടെ ഈ സദസ്സിന്റെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല തങ്ങളുപ്പാപ്പയുടെ മദ് നമുക്ക് നൽകുമാറാകട്ടെ, സ്വാലിഹീങ്ങളിൽ പെടുത്തി തരുമാറാകട്ടെ. പറയുന്നത് രഹസ്യവും പരസ്യവും ഉള്ളും പുറവും ജീവിതത്തിന്റെ മേഖലകൾ മുഴുവനും അല്ലാഹു തആല നന്നാക്കി തരട്ടെ. റബ്ബിന് ഇഷ്ടമില്ലാത്ത, മുത്തുനബി തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു ചലനം പോലും, ഒരു ഹറാമിന്റെ വശം പോലും ചലിക്കാതെ ജീവിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ. അല്ലാഹ് ജീവിക്കുന്ന കാലം മുഴുവനും ഇസ്സത്തോടെ, ആഫിയത്തോടെ, തഖ്വയോടെ, ഈമാനോടെ, ഇഖ്ലാസോടെ, മഹബ്ബത്തോടെ, ഇസ്കോടെ ആ ഒരു റൂട്ടിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. പ്രത്യേകിച്ച് മദീനയിലെ ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിച്ച് മഹബ്ബത്ത് വെച്ച് ഇഷ്ക് ചെയ്ത് മദ്ഹ് ചൊല്ലി മദ്ഹ് പാടി ഞങ്ങൾക്ക് ഒരുപാട് കാലം റബീഉൽ അവ്വലിനെ സ്വീകരിച്ച് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.